ഒരുത്തൻ്റെ കിടപ്പാണ് കേട്ടോ മമ്മിയുടെ അടുത്ത്. തണുപ്പാണ് ഫ്രണ്ട്സ്. കുഞ്ഞിനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ചെറിയ വീഡിയോ, ഇവനെ ഡെയിലി കാണാൻ ആഗ്രഹിക്കുന്ന ഫാൻസുകൾക്ക് വേണ്ടിയും എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയ വീഡിയോ കേട്ടോ. ഡെയിലി കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് എന്നോട് സഹകരിക്കണമേ, എന്നെ സപ്പോർട്ട് ചെയ്യണമേ. എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണമേ. അച്ഛ എൻ്റെ മോൻ്റെ പല്ലൊക്കെ കണ്ടോ? നോക്കിട്ട് പല്ലൊക്കെ നല്ല ഭംഗിയിലേക്കുണ്ടേ പല്ലൊക്കെ. ഇത് കണ്ടോ? കള്ളൻ പല്ല്. ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കണ്ണൊക്കെ നോക്കട്ടെ പൊന്നാ, നോക്കട്ടെ കണ്ണൊക്കെ. ഇങ്ങോട്ട് വായും കണ്ണും ഒക്കെ നോക്കണ്ടേ? കണ്ണിൻ്റെ പീളൊക്കെ എടുക്കട്ടെ പൊമ്മ, നോക്കട്ടേടാ. മൂക്കൊക്കെ നോക്കട്ടെ, മൂക്ക് നോക്കട്ടെ മമ്മ. പൊന്നെ ഇങ്ങോട്ട് നോക്കാം, മമ്മിയുടെ മുഖത്തേക്ക് നോക്കാം. എന്നാലേ വായൊക്കെ തുടക്കട്ടെ പൊമ്മ. നല്ല സുന്ദരനായിരിക്കും എൻ്റെ മോൻ്റെ മുഖമൊക്കെ എപ്പോഴും സുന്ദരനാവണം. ആൾക്കാർ കാണുമ്പോൾ തന്നെ സുന്ദരൻ. ഇങ്ങനെ വാ, എന്നാ വാ, നാളെ ഉണക്ക ടിഷ്യൂ പേപ്പർ. കണ്ണൊക്കെ എപ്പോഴും പീളയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നല്ലതാണ്. അപ്പോൾ നോക്കട്ടെ, ഇങ്ങോട്ട് മുഖത്ത് നോക്ക്, മമ്മിയുടെ മുഖത്ത് നോക്കിയല്ലേ, ഇവിടെ മമ്മിയുടെ മുഖത്ത്. ആ അവിടെ രാവിലെ തൊട്ട് മമ്മിക്ക് ഇത് തന്നെ പണിയാണ്. എൻ്റെ പൊന്നിനെ വൃത്തിയാക്കുക, എൻ്റെ പൊന്നിനെ നോക്കുക. വായ നോക്കട്ടെ, ഇവിടെ വായ നോക്കട്ടെ, വായ നോക്കട്ടെ മമ്മ. ഇവിടെ നോക്കട്ടെ, പല്ല് നോക്കട്ടെ മമ്മ. പിന്നെ പല്ലെവിടെ? ആ നോക്കട്ടെ മമ്മ, പല്ല്. അതെ, പല്ല് കൊള്ളാം. പല്ലൊക്കെ നോക്കി. ആ പല്ലൊക്കെ നല്ല ഞങ്ങൾ മഞ്ഞിച്ച് ഇരിക്കുവാണ് ചക്ക പല്ലൊക്കെ. സുന്ദരനായോ നോക്കട്ടെ മമ്മ, സുന്ദരനായോന്ന്. ആ നമ്മുടെ സുന്ദരനേടി. ഇങ്ങടെ ഒക്കെ പോത്ത് സുന്ദരനായി. ഉമ്മ അവിടെ പൊന്നിൻ്റെ ബോൾ എടുത്തോണ്ട് വാ. സുന്ദരനായി അവിടെ പൊന്ന് കൊഞ്ചന്. അമ്മയുടെ വലിയ ചെക്കനെൻ്റെ ഇതാണോ ചെക്കൻ? അവിടെ മോനെ ഇതാണോ? ഒരുത്തൻ്റെ കിടപ്പാണ് കേട്ടോ മമ്മിയുടെ അടുത്ത്. തണുപ്പാണ് ഫ്രണ്ട്സ്, രാവിലെയാണ്. കണ്ടോ കിടക്കുന്ന കിടപ്പ്? കണ്ടോ? തണുപ്പാണ് ഫ്രണ്ട്സ്. അപ്പോൾ മമ്മിയുടെ അടുത്ത് വന്ന് കിടക്കുന്ന കിടപ്പായി കാണുന്നു കേട്ടോ. ഇത് കണ്ടോ? കൊള്ളക്കുട്ടൻ എന്ന് തന്നെ, കൊള്ളക്കുട്ടൻ, മമ്മിയുടെ കൊള്ളക്കുട്ടൻ. ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഇതാണ് ഇവൻ്റെ പരിപാടി. കണ്ടോ? നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കിടക്കും നമ്മുടെ അടുത്ത്. ഇത് മോഹവും ചേർന്ന് ഇങ്ങനെ വന്ന് കിടക്കണം. ഇതാണ് ഇവൻ്റെ പരിപാടി. തണുപ്പല്ലേ, ഇപ്പം ഇങ്ങനെ ചേർത്ത് കിടക്കാൻ ഭയങ്കര രസമാണ്. നല്ല തണുപ്പാണ്. നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. ഉമ്മ രാവിലെ എണീറ്റാൽ മുഖം തുടച്ചു കൊടുക്കുക, പല്ല് തേപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ തന്നെ മമ്മിയുടെ പണി. നമ്മുടെ പൊന്നല്ലേ. നമ്മുടെ ചക്കര ഇങ്ങനെയല്ല കേട്ടോ, മമ്മിയുടെയും ഡാഡിയുടെയും എല്ലാവരുടെയും ചക്കരയാണ് കേട്ടോ. ഇത് കണ്ടോ കിടക്കുന്നത്? എൻ്റെ പരിപാടി കണക്കുള്ള കുട്ടൻ്റെ പരിപാടി. മമ്മിയോടും ഡാഡിയോടും ഇങ്ങനെ ചേർന്ന്, ഡാഡിയോട് മാത്രമല്ല കേട്ടോ, മമ്മിയോടും ഇങ്ങനെയാണ് വന്ന് ഷോൾഡറിൽ കിടക്കുക. കണ്ടോ കിടക്കുന്നത്? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? എൻ്റെ മോൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഫ്രണ്ട്സ്? കണ്ടോ? ഇതൊക്കെയാണ് പരിപാടി. മച്ചു തണുപ്പത്ത് വന്ന് മമ്മിയോട് ചേർന്ന് കിടക്കുന്ന, മമ്മിയുടെ ഷാളിൻ്റെ ചൂടൊക്കെ കൊള്ളാൻ വേണ്ടി ചേർന്ന് കിടക്കുന്നതാണ്. ഇതാണ് എൻ്റെ പരിപാടി. ഇത് കണ്ടോ കിടക്കുന്നത്? മുഖം എൻ്റെ മുഖത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ?
കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് കണ്ടോ കിടപ്പാണേ. വേണ്ട മുഖം വച്ചേക്കുന്നത് നോക്കൂ, എൻ്റെ മുഖത്തേക്ക് നമ്മുടെ നമ്മുടെ പൊന്നു. ശരി 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 കിടന്നോ. ഓ ശരി ശരി കിടന്നോ. ശരി കിടന്നോ കിടന്നോ കിടന്നോ. ശരി ശരി കിടന്നോ. ഇതാണ് അവൻ്റെ പരിപാടി. തുണി പിടച്ചുള്ള കിടപ്പ്. വിശ്വാസത്തിൻ്റെ കിടപ്പാണ് കേട്ടോ ഇത്. ദിവക്ക് ഇനി 2 ദിവസം വരൂല, അവധിയാണ് പൊന്ന. ആ പറ, അവധിയാണ് ദീപക്ക്. അവിടെ ദീപക്ക് ദേ ടാറ്റ പറ, ടാറ്റ പറ. വാ ഇവിടെ വാ നീ. ആ ടാറ്റ ബോല. 2 ദിവസം കഴിഞ്ഞ് വരണേ. ദൂതിൻ പോറേ ആഷ്പേ. ആഹാ 2 ദിവസം അവന് അവധിയാണ് കേട്ടാ. നിൻ്റെ ആടി വേണം എല്ലാം ചെയ്യാൻ. ঠিক আছে ঠিক আছে পয়া কিন্তু আসবে তাড়াতাড়ি। ভালো হয়েছে ভাইয়া, ঠিক আছে ঠিক আছে, কাল আসো কাল আসো। ঠিক আছে ঠিক আছে ঠিক আছে ঠিক আছে কাল আসോ. ഇവക്ക് 2 ദിവസം അവധിയാണേ. അപ്പോൾ ഇച്ചിരി ഭാരപ്പെട്ട പണികളൊക്കെ നമ്മൾ ഭക്ഷണം വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഹസ്ബൻഡ് ചെയ്യണം കേട്ടോ. പാവം കുറേ ഇപ്പോൾ പണി ചെയ്യുന്നുണ്ട് പുള്ളി. തുണി വിരിച്ച് തരണമുണ്ട്. മറ്റേ ദീപമൊക്കെ വെള്ളമൊക്കെ ഈ സ്ട്രെയിൻ കൊടുത്ത് ഞാൻ പാത്രങ്ങൾ കഴുകാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പുള്ളി ഇപ്പോൾ ഇനി കഴുകണം. 2 ദിവസത്തേക്ക് അവൻ്റെ കണ്ണിൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ അത് കാരണം അവൻ അവധി എടുക്കുന്നു. ചിന്ന തടവിക്കൂടി കേട്ടാ. ആ അതേ കണ്ടോ കൊച്ചു. മോൻ കഴിക്കൊട്, ചീകിക്കൊട്. ആ ബാ. ചീകാൻ വേണ്ടി കയറിയിരിക്കണം. മുഖം കഴുകാനും ചീകാനൊക്കെ കേട്ടോ. തല ചീകാനൊക്കെ ഇത് കണ്ടോ. തല ചീകാനും ഒക്കെയാണ് ഈ കയറി നിൽക്കുന്നത്. അവന് നാടി എന്ത് ചെയ്യണോ, ക്രീം ഇടണോ ഉട അവന് ക്രീം ഇടണോ, തല ചീകണോ ഉട അവന് തല ഒരു ചീപ്പ് വച്ചേക്കണം അവിടെ കള്ളന് വേണ്ടി. സന്തോഷമായി. എവിടെ ഇങ്ങോട്ട് വാ, സന്തോഷമായി ഇങ്ങോട്ട് വാ. ആ അതേ ഓടണം. സന്തോഷമായി. ഓ ഓ ഓ ഇത് കണ്ടോ, ഇത് കണ്ടോ. അച്ഛൻ ചീകി കൊടുത്തപ്പോൾ സന്തോഷമായി പൊന്നിന്. അതാണ് ഈ ഓടണത്. ഓടി ഓടി ഓടി. ദീപക്ക് പോയി 2 ദിവസം അവധിയാണ്. ഇത് കണ്ടോ ഓടുന്നത്. ഇത് കണ്ടോ ഓടുന്നത്. ആ സന്തോഷമായി ഓടുന്നു. അച്ഛൻ ചീകി കൊടുത്ത സന്തോഷം. ഓടുന്നത് കണ്ടോ. ഓടിക്കോ ഓടിക്കോ പൊന്നെ. അയ്യോ അയ്യോ ഉണ്ടല്ലോ. അതെ ഇത് കണ്ടോ. ബോള് കളിക്കണ കളി കണ്ടോ കണ്ടോ. ആ എടുത്തോടാ. ആ കൈ കൊണ്ട് തട്ടടാ. വാ കൊണ്ടല്ല, കൈ കൊണ്ട് തട്ട. മാമ കൈ കൊണ്ട് തട്ട. പിടിച്ചെടുത്തോണ്ട് പോകണം. ഇത് കണ്ടോ കളിയാണ് കേട്ടോ. മൂട് വേണം അവന്. അയ്യോ 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 അയ്യോ. എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ. ബോൾ എടുത്തോണ്ട് വാ. എടയിൽ പോയാൽ എടുക്കൂലേ. തരാം മാമ. അയ്യോ അയ്യോ എനിക്ക് വയ്യ. എൻ്റെ മോൻ്റെ ബോൾ കളി കണ്ടോ, ബോൾ കളി കണ്ടോ. കളിച്ചോ, ബോളൊക്കെ കളിച്ചോ നമ്മുടെ മോൻ. കൈ കൊണ്ട് തട്ട് പൊന്നാ. കൈ കൊണ്ട് കാലി കൊണ്ടും അല്ലേ തട്ടാൻ. അതിന് മറ്റേ ബോൾ വേണം അവന്. കട്ടിയില്ലാത്ത ബോൾ വേണം. കൈ കൊണ്ട് തട്ടണേ. എനിക്ക് വയ്യ. ഇതിൻ്റെ കൂടെ ഞാനും കൂടെ ഈ വിളിച്ചാലേ അതൊരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ പൊന്നു. ചിലവർ പറയും ഈ പെണ്ണും കൂടെ എന്താ ഇങ്ങനെ കിടന്ന് ചലക്കണം. വെറുതെ സൈലൻ്റായിട്ട് കളിച്ചാൽ ശരിയാവോ. നമ്മളും കൂടെ ഒരു സൗണ്ട് കൊടുത്താലേ അതിന് ശരിയാവുള്ളൂ അല്ലേ. ബോൾ എടുക്കാൻ പോകുന്നതാണ്. എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ. കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ.
ഇതിനെ ആ കട്ടിയില്ലാത്ത ബോൾ വേണം, അങ്ങനെയാണെങ്കിൽ അവൻ അത് തട്ടൂലേ, കൈ കൊണ്ടൊക്കെ തട്ടണ നോക്ക്. കണ്ടോ? ഓ ഓ പോയാ പോയോണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അതിൻ്റെ ഇടയിൽ പോയി. അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പം മമ്മിക്ക് ഇരുന്നൊന്നും എടുക്കാൻ പറ്റില്ല പണ്ടത്തെ പോലെ. കുറച്ച് കഴിയണം, 10-20 ദിവസവും കൂടെ കഴിയണം മമ്മിക്ക് അങ്ങനെ ഇരുന്നെടുക്കണം. മമ്മി വേറെ ബോൾ തരാം കേട്ടാ, ഇത് വേറെ ബോളാണ് കേട്ടാ. ആ എടുത്തോ. ആ കൈയുണ്ട് കേട്ട് അവൻ ഈ കട്ടിയില്ലാത്ത ബോളാണ് കൈയുണ്ട് കേട്ടോ. കട്ടിയുള്ള ബോൾ വായിൽ പിടിച്ചുകൊണ്ട് വരും. ബാ എന്നാ ഇവിടെയുണ്ട്, ദേ കൈയുണ്ട് കേട്ടോ. കണ്ടോ കളി കണ്ടോ അവൻ്റെ. അതിനെ അതിൻ്റെ അകത്തേക്ക് പോയിപ്പിച്ച് എടാ കള്ളക്കുട്ട. കൈയുണ്ട് തട്ടി വായുണ്ട് എടുക്കരുത്. കൈയുണ്ട് കേട്ടോ, ദേ പോണ്. രണ്ടും പോയി സെറ്റിയുടെ അടിയിലേക്ക്. ഇവിടെ വാ, അപ്പം ഇതിട്ട് കളിച്ചോ തൽക്കാലം. എടുത്തോണ്ട് വാ. അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ്, ചെറിയ ബോൾ കളി. എനിക്ക് ഈ സെറ്റിയുടെ ഇടയിൽ ഇരുന്ന് എടുക്കാൻ ഇപ്പം പറ്റില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എടുത്തു കൊടുത്തനെ. റെസ്റ്റിലല്ലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ദേ മോൻ്റെ ബോൾ കളിയൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മോൻ്റെ ബോൾ കളിയും മമ്മിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും എല്ലാം അല്ല പോന്നാ. അപ്പോൾ ബോളും നോക്കി കിടക്കണം, മറ്റുള്ള ബോളും നോക്കി കിടക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അയ്യോ ഇറങ്ങാൻ നേരത്തെ എന്നെ വന്ന് നോക്കണം, മമ്മി വീഡിയോ എടുക്കണില്ലേ എന്നുള്ളതാണ്. വീഡിയോ എടുക്കുന്നില്ലേ എന്ന് എന്നെ വന്ന് നോക്കുന്നത്. ശരി ഞാൻ വീഡിയോ എടുക്കാം. ഓ ഓ ഓ ഓ ശരി. ഇത് ഒരു സന്തോഷം വരുമ്പോൾ താടിയൊക്കെ ഇട്ട ഒരു ഉറപ്പുണ്ട്. ചരിഞ്ഞുള്ള ഒരു നടപ്പ്, ചരിഞ്ഞ് നോക്കി ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് നിനക്ക്? അവനിപ്പോൾ അത് അച്ഛനെയും ചേട്ടനെയൊക്കെ ഇങ്ങനെ യാത്ര അയക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊന്നിൻ്റെ മമ്മിയുണ്ട്, പൊന്നിൻ്റെ മമ്മയുണ്ട്. ഓ ഇപ്പോൾ ഡാഡിയുടെ അടുത്ത് പറയാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ. ശരി പോയിട്ട് വാ. ആ ശരി എന്നൊക്കെ അവന് പറഞ്ഞാൽ ആ തല കൊണ്ട് ഇങ്ങനെ ചരിച്ചൊരു നോട്ടമൊക്കെ ഉണ്ട്. ആ ശരി ഈ ഡാഡി എടുത്ത് പോയിക്കൊണ്ടെന്ന് ആക്കിയിട്ട് വാ. ആ പോ. ശരി പോയിട്ട് വാ കേട്ടാ. ആ പോയിട്ട് നല്ല കുട്ടിയായിട്ട് വാ. ശരി പോയിട്ട് വാ. ആക്കിയാ? ആ ഇനി ഒരു ടാറ്റ പറയണം അവന്. ഗ്രില്ലിൻ്റെ അവിടെ ചെന്നൊരു കാറ്റ് പറയണം, ഗേറ്റിൻ്റെ അവിടെ പോകണം. ഇതൊക്കെയാണ് ഇത് ഡാഡ ശീലിപ്പിച്ചതാണ് കേട്ടോ. ചേട്ടൻ പോകുമ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോകില്ല. ചേട്ടൻ ആ ഇത് ഗേറ്റൊക്കെ പൂട്ടാനൊരു വിഷമമാണ്, പിന്നെ അകത്തേക്കാക്കി. ഇത് കണ്ടോ കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് എല്ലാവരും. അവനൊരു ടാറ്റയൊക്കെ പറയണം. അവൻ ടാറ്റ പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ വാലിട്ടാട്ടി ബൗ എന്നൊക്കെ ചില സമയം ഒരു സൗണ്ടൊക്കെ എടുത്തിരിക്കും. ടാറ്റ ഇനി വൈകുന്നേരം വരും ഡാഡി. ടാറ്റ ഡാഡി ടാറ്റ പറയണം. ടാറ്റ ടാറ്റ പറയണ ടാറ്റ പോയി. ടാറ്റ. ഡാഡിക്കൊരു വിഷമമാണ് കേട്ടോ അവനെ വിട്ടിട്ട് പോകാൻ. കണ്ടോ? ടാറ്റ ശരി. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഡെയിലി ഇങ്ങനെ പതിവ് പോലെ ഒരേ ഡയലോഗാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ മോനെയും എന്നെയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ഇത്രയും നാൾ എനിക്ക് തന്ന സ്നേഹത്തിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനി പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. എന്ന് എൻ്റെ ചങ്കിൽ നിൽക്കും കേട്ടോ. അതങ്ങനെയാണ്. ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് മരണം വരെ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ സ്വഭാവം അങ്ങനെ കേട്ടോ. നിന്ന് നമ്മൾ പെട്ടെന്നൊന്നും വിട്ടിട്ട് പോകുന്ന ആൾക്കാരോ സ്നേഹം കളഞ്ഞു പോകുന്ന ആൾക്കാരോ ഒന്നുമല്ല. എല്ലാവർക്കും ഞാൻ മറുപടി റിപ്ലൈ തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞു കാള് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ കുഞ്ഞു കാള് വന്നപ്പോൾ അവൻ്റെ ഇത് അവിടെ വന്ന് മുള്ളി അവൻ. കണ്ടോ കുഞ്ഞു കാള് വന്നു. ഇവന് ചോറ് കൊടുക്കാൻ സമയമെത്തി. പിന്നെ ചോറ് അടുപ്പത്ത് കിടക്കുന്നു കേട്ടോ. അപ്പോൾ
ദീപക്ക് 2-3 ദിവസം അവധിയാണ്. അവൻ്റെ കണ്ണേ ഒരു വീട്ടിലെ ഗ്രില്ലിൽ കൊണ്ട് പിന്നെ കണ്ണിൻ്റെ ഒരു ഇച്ചിരി കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ അവൻ്റെ കണ്ണിന് അടിയിൽ ഒരു ഇഞ്ചക്ഷൻ എപ്പോഴും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ദിവസം അവിടെ കിടത്തും. അത് കഴിഞ്ഞിട്ട് വരുള്ളൂ. ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കിടത്തുള്ളൂ. കാലു കവ ഹോയിനി ഗ്യാസിലാണ്. കാലു കണ്ടോ വർത്താനം പറയുന്നു കേട്ടോ ഒരുത്തൻ. കണ്ടോ കാലുവിനോട് വർത്താനം പറയുന്നു. വർത്താനം പറയാം പൊന്നു വർത്താനം പറ. ചോറ് അടുപ്പത്തായിരിക്കുന്നു, നീ അവിടെ ഇരിക്ക്, ചോറാകട്ടെ, ചോറ് വേകുന്നതേ ഉള്ളു പൊന്നു. കാലു ശരി. അവനും അവിടെ വിളിക്കണോ? അവനും അവിടെ വിളിക്കുന്നു കണ്ടോ. അവളാണ് കേട്ടോ, അവനല്ല. അവിടെ കിടക്കുന്നു, അവിടെ നിന്ന് വിളിക്കുന്നു. എന്തോ അവരുടെ ഭാഷ അവർക്കല്ലേ അറിയാതെ. കണ്ടോ പോണോ? താഴെ പോണോ? ബാ എന്നെ താഴെ പോണ്ട. എവിടെയാണ് താഴെ പോകുന്നു അവനെ കാണാൻ? കണ്ടോ പോണോ? അവൻ അവിടെയാണ്, ഗ്രില്ലിൻ്റെ അവിടെ. പോണോ പൊന്നിന്? ഗ്രില്ലിൻ്റെ അവിടെയാണോ? പോയിട്ട് വാ ഗ്രില്ലിൻ്റെ അവിടെ പോയിട്ട് വാ. അവനെ നോക്കുന്ന അവനകത്ത് വരൂല, ഗ്രില്ലിൻ്റെ അവിടെ പോയിട്ട് വാ. പിന്നെ എന്നെ സഹായിക്കാനോ ഇവിടെ ആരുമില്ല, എല്ലാം ഞാൻ തന്നെ കേട്ടോ. എനിക്കറിയാവുന്ന പോലെ എഡിറ്റിങ്ങും തംബ്നെയിലും ഒക്കെ കൊടുക്കുന്നു, ക്യാപ്ഷനൊക്കെ അങ്ങനെ കൊടുക്കുന്നു. ഇവിടെ എല്ലാം ലോക്കൽ ബംഗാളീസ്. ഇവിടെ ഈ പടയിൽ ആരും യൂട്യൂബ് എടുക്കുന്നവരില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞും കൂടെ ആർക്കും. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പോകാറുമില്ല കേട്ടോ. പിന്നെ മലയാളികളായിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയാമെന്നുള്ള. പിന്നെ മോനൊക്കെ ഉണ്ടെങ്കിലും മോനൊക്കെ ഇത്രയും MBA പഠിച്ചു പാസ്സായി, മോളൊക്കെ ഇത്രയും ഹൈ സ്റ്റഡി പഠിച്ചെങ്കിലും അവർക്കൊന്നും യൂട്യൂബിൻ്റെ ഇതിൽ ഒരു പേടിയാണ് കേട്ടോ. എന്നോട് പറയും പറ്റൂല എന്ന്. പിന്നെ ഇത് അറിഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ തന്നെ പതുക്കെ എല്ലാം ചെയ്യുന്നു, എല്ലാം വായിച്ചറിഞ്ഞ് ചിലത് സംശയം മോനോടും ചോദിക്കും. അത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ക്ഷമിച്ച് പുറത്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബാ താഴെ ബാ. ഈ കാളുവിനെ കാണാൻ ധൃതി പിടിച്ച് ഓടുന്ന ഓട്ടം കണ്ടോ. അവൻ ഗ്രില്ലിൻ്റെ അവിടെ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് താഴെ ഇറങ്ങാനും പറ്റില്ല. ഇത് കണ്ടോ ഇരിക്കുന്നത് കണ്ടോ. അതിനാണ് കണ്ടോ എന്താ സ്പീഡിലുള്ള ഓട്ടം കണ്ടോ. ഈ എല്ലാവരോടും ഇല്ല അവരുടെ ഭാഷ പറയുന്നു എന്തോക്കെ. എന്നോന് ഗ്യാസിൽ ചോറ് കിടക്കുന്നേ ഉള്ളൂ. കാലു തരട്ടെ, അവിടെ ഇരുന്നോ, നീ പോവല്ല കേട്ടാ. कोथा जाबेना बिर जाबेना चावल बना बतो सिद्धू हुई नहीं. ഇത് കണ്ടോ. അവന് ഭയങ്കര ഇഷ്ടം ഇതിനെയാണ് കേട്ടോ. ഇതിനെപ്പോഴും അസുഖങ്ങളൊക്കെ ഉണ്ട്, മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡോക്ടറാണ് സ്ട്രീറ്റ് പപ്പീസിനെയൊക്കെ നോക്കുന്നത്. അദ്ദേഹം ഒരു നല്ല ഡോക്ടർ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റിലുള്ളവർ ഇങ്ങനെ നോക്കാറില്ല. ഇത് കണ്ടോ വർത്താനം പറയുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അവൻ്റെ ഭാഷയിൽ വർത്താനം പറയുന്നതാണ് കേട്ടോ. കാലുവിനെ നോക്കിയുള്ള നിപ്പ് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.